ഹായ് കൂട്ടുകാരെ, ഇന്ന് ഒരു 4 അഗ്ലോണിമ പ്ലാന്റ്സ് വീതമുള്ള 6 കോംബോയുടെ സെയിൽ വീഡിയോ ആണ്. അപ്പം എല്ലാം മദർ പ്ലാന്റുകളാണ്. അപ്പം ഇതിൽ ഏതെങ്കിലും കോംബോ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇങ്ങനെ കാണിക്കുന്ന ഇതുപോലത്തെ 4 കൊടുക്കുമ്പോൾ എനിക്ക് ഈ റേറ്റിന് തരാൻ പറ്റുള്ളൂ. അപ്പം ഏതൊക്കെയാണെന്ന് കണ്ടാലോ. എന്താ, ഞാനിതിൻ്റെ സൈസും കൂടെ കാണിക്കുന്നുണ്ട്. ഇത് വലിയ സ്കെയിലാട്ടോ. റയാൻ ഗോൾഡ്, റെഡ്, വാലൻറ്റൈൻ, റെഡ് എമറാൾഡ്, ഇങ്ങനെ 4 എണ്ണമാണ് ഒന്നാമത്തെ കോംബോയിൽ. എല്ലാം തന്നെ നമ്മളെ വലിയ സ്കെയിലുണ്ടല്ലോ, അതിൻ്റെ അത്രയും സൈസ് ഉണ്ട്. പിന്നെ ഇതാ ഒരു ബിഗ് റോയി രണ്ടാമത്തെ കോംബോയിലാണ്. ബിഗ് റോയി, വാലൻറ്റൈൻ, ഇത് റോസ് അല്ല, ഒരു പീച്ച് കളറിലാണ്. പിന്നെ ഇതാ ഇതിൻ്റെ ശരിക്കും ഐഡിയ ഇപ്പം ചിലതിലൊക്കെ നോക്കുമ്പോൾ ബട്ടർഫ്ലൈ എന്നാണ്, ചിലതിൽ പീക്കോക്ക്, അങ്ങനെ പല പേരിലാണ്. പിന്നെ ഇതാ ഒരു റെഡ് വെറൈറ്റി. ഇങ്ങനെ 4 എണ്ണമാണ് രണ്ടാമത്തെ കോംബോയിൽ. എല്ലാം വലിയ സൈസാണ്. ഇനി സെപ്പറേറ്റ് വേറെ വീഡിയോയോ ഫോട്ടോയോ വേണമെങ്കിൽ വാങ്ങിക്കുന്നവർക്ക് വേറെ ഇട്ട് തരുന്നതായിരിക്കും. ഇതാ മൂന്നാമത്തെ കോംബോ. ഇതും വാലൻറ്റൈനും ഒരു ബോക്സറും. ഇതിൻ്റെയൊക്കെ സൈസ് തന്നെയല്ലേ, ഇത് നല്ല ആ ഒരു വലിയ സ്കെയിൽ, ചിലതൊക്കെ വലിയ സ്കെയിലിനേക്കാളും വലുപ്പമുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ ഇത് സ്റ്റാർ ഡസ്റ്റിൻ്റെ നീണ്ട ഇലയുണ്ടല്ലോ, ആ ടൈപ്പാണ്. പിന്നെ ഇത് സിയാമോ. ഇതാണ് മൂന്നാമത്തെ കോംബോയിൽ വരുന്നത്. ഇനി നാലാമത്തെ കോംബോ കാണാം. നാലാമത്തേൽ ഇതാ ഒരു റെഡ് എമറാൾഡും ഒരു വൈറ്റ് ഗ്രീൻ പപ്പായ. ഇതിൻ്റെ ഐഡി കറക്റ്റ് അറിയില്ല. പിന്നെ ഒരു കൊച്ചിൻ പീച്ചും. അങ്ങനെ 4 എണ്ണമാണ് ഈ നാലാമത്തെ കോംബോയിലുള്ളത്. ഇതൊക്കെ വലിയ സൈസ് പ്ലാന്റുകളാട്ടോ, ഒന്നും ചെറിയ തൈകളല്ല, ചെറുതുമല്ല മീഡിയം അല്ല, അത്യാവശ്യം നല്ല സൈസുള്ള. പിന്നെ ഇതാ അതിലും ഒരു സിയാമും ഒരു പിങ്ക് കുങ്കുമം. സിയാമ് ഒരുപാട് പേരെല്ലാം അങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നത്. പിന്നെ ഒരു പിങ്ക് കാണ്ടി. പിന്നെ സ്റ്റാർ ഡസ്റ്റിൻ്റെ റൗണ്ട് ഷേപ്പല്ല, നീണ്ട തരമുള്ള ആ ടൈപ്പാണ് അഞ്ചാമത്തെ കോംബോയിൽ. ഇനി ഇതിലെ ലാസ്റ്റത്തെ കോംബോ കാണാം. ഒക്കെ സൈസുള്ള പ്ലാനുകൾ കേട്ടോ. ഇനി സെപ്പറേറ്റ് വേണമെങ്കിൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇതിലും ഒരു വാലൻറ്റൈനും, ഇതാ ഇതിൻ്റെ ഹൈറ്റ് കണ്ടില്ലേ. പിന്നെ പിങ്ക് ഡാൽമൻഷനാണ്, പക്ഷേ അതിൻ്റെ ഇലയ്ക്ക് കുറച്ച് വ്യത്യാസമുണ്ട്, കുറച്ച് റൗണ്ട് ഷേപ്പിലാണ്. പിന്നെ ഒരു ഫയർ റെഡും ഒരു പിങ്ക് കാണ്ടി. ഇതാണ് ലാസ്റ്റത്തെ കോംബോയിൽ വരുന്നത്. അങ്ങനെ 6 കോംബോകളാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെ തരികയാണെങ്കിൽ എനിക്ക് ഈ ഒരു റേറ്റിന് തരാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ ഞങ്ങളിവിടുത്തെ DTDCക്ക് ചെറിയൊരു, നേരത്തെ ഓണറൊന്നും മാറിയില്ല, പക്ഷേ എന്നാലും അവരിപ്പം തൂക്കവും മാത്രമല്ല നോക്കുന്നത്, പെട്ടിയുടെ വലിപ്പവും ചുറ്റളവും അങ്ങനെ മൊത്തം ഏരിയ ഒക്കെ നോക്കിയിട്ട്. നമ്മളിപ്പോൾ ഒരു 500 ഗ്രാമിൻ്റെ ചെടിയാണെങ്കിലും അവർ മൊത്തത്തിൽ ആ പെട്ടിയുടെ അതൊക്കെ കൂടെ നോക്കിയിട്ട് അതൊരു 3 കിലോൻ്റെ അത്രയും റേറ്റാണ് നമ്മളോട് പറയുന്നത്. അത് കാരണം എനിക്ക് DTDC വഴി അയക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൊറിയർ ചാർജ് പ്രശ്നമില്ലെങ്കിൽ ഞാൻ DTDC വഴി തന്നെ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ തൂക്കി കഴിയുമ്പോഴേ നമുക്ക് ആ കൊറിയർ ചാർജ് അവർ പറയുള്ളൂ. ഇങ്ങനെ ആയതുകൊണ്ട് മറ്റ് 60 രൂപയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരിങ്ങനെ, എനിക്ക് ഞാൻ കസ്റ്റമറോട് 60 മേടിച്ചിട്ട് അവരുടെ അടുത്ത് കൊണ്ട് കൊടുത്തപ്പോൾ അവരെന്നോട് 90
120 സ്ഥിരം ആയതുകൊണ്ട് 90 അയക്കാമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ 2 പേരോട് ഞാൻ 60 വാങ്ങിയുള്ളൂ, പക്ഷെ അവർ എൻ്റെ അടുത്ത് കയ്യിൽ നിന്ന് 90 വാങ്ങി. അതെനിക്കാരും അയച്ചു തന്നിട്ടുമില്ല. ഞാൻ പറഞ്ഞതുണ്ട് 30 രൂപയുടെ അയക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട്, പക്ഷെ അയച്ചൊന്നും ആരും അങ്ങനെ തരൂല. ചിലർ കൊറിയർ ചാർജ് തന്നെ തരാത്തവരും ഉണ്ട്. ഇതിനൊന്നും ഒരുപാട് വലിയ ലാഭമൊന്നുമില്ല. പിന്നെ 3-4 ചെടിയൊക്കെ പോകുമ്പോൾ ചെറിയൊരു പൈസ കിട്ടും. കാരണം ഞാൻ ഒന്നിച്ചങ്ങനെ പുറത്തുനിന്നൊന്നും എടുക്കുന്നതല്ല, കുറേശ്ശെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് ഈ കോംബോ ആയിട്ടൊക്കെ കൊടുക്കുന്നത്. കുറച്ച് വീട്ടിലുണ്ടാവുന്ന തൈകളുണ്ട്, അങ്ങനെയാണ് കോംബോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കൽക്കത്തയ്ക്ക് ഒരു ചെടി അയച്ചിരുന്നു. അപ്പം അവർ DTDC എന്ന് പറഞ്ഞത് ഇത് മെട്രോ സിറ്റി ആയതുകൊണ്ട് റേറ്റ് കൂടുതലാണ്. ആകെ 600 ഗ്രാമിൻ്റെ ചെടിയാണ്, അതിന് 600 രൂപയാണ് കൊറിയർ ചാർജ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ അത് പ്രൊഫഷണലിൽ പോയി, അവരെന്നോട് 120 രൂപയെ വാങ്ങിയുള്ളൂ. അതും പരമാവധി ഞാൻ പെട്ടിയൊക്കെ ചെറുതാക്കി തന്നെയാണ്. നീളം കൂടിയ ചെടികൾക്ക് മാത്രമേ നമുക്ക് പെട്ടി കുറച്ച് വലുപ്പം വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ചെറുതായിട്ട് തന്നെയാണ് പാക്ക് ചെയ്യുന്നതൊക്കെ. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് പരമാവധി എനിക്കിപ്പം പ്രൊഫഷണൽ വഴിയാണ്, അല്ലെങ്കിൽ പോസ്റ്റിൽ വഴി അയച്ചു തരാം. അപ്പം ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കൊറിയർ ചാർജ് പ്രശ്നമില്ലെങ്കിൽ DTDC വഴി തന്നെ അയച്ചു തരും. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മളിപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മദർ പ്ലാന്റ് ആണല്ലോ, അപ്പം കുറച്ച് ഉയരം ഉണ്ടാവും. അപ്പോൾ അവർ ആ പെട്ടിയുടെ നീളം നോക്കും, ചുറ്റും അളന്ന് നോക്കും, പിന്നെ അടിയത്തെ വീതി, അങ്ങനെ മൊത്തത്തിലൊരു ഏരിയ നോക്കി അവർ ആ 500-600 ഗ്രാം എന്നുള്ളത് അവർ ഒരു 3 കിലോൻ്റെ തൂക്കമാണ് അവർ പറയുന്നത് എന്നോട്. അപ്പം അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ. ഇതിൽ കാണിക്കുന്ന ഇതേ ചെടി തന്നെയാണ് കേട്ടോ തരുന്നത്. വലിപ്പം വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ അയച്ചു തരും.